പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായി മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 4-ാം വാക്യം വായിക്കാം. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. യേശുക്രിസ്തു, നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു നമ്മോട് വാമൊഴിയായി പറഞ്ഞ വാക്യമാണ്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. യേശുക്രിസ്തു പുരുഷാരത്തെ കണ്ടയാറെ അവൻ മലമേൽ കയറി അവന് ഇരുന്ന ശേഷം ശിഷ്യന്മാരടുക്കൽ വന്നു. അവൻ തിരുവാമൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ച് പറഞ്ഞതാൽ യേശുക്രിസ്തു തൻ്റെ തിരുവാമൊഴിഞ്ഞ് ശിഷ്യന്മാരോട് ഉപദേശിച്ച് പറഞ്ഞതാണ് നമ്മൾ കേട്ട വാക്യം. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്നാൽ അവർക്ക് ആശ്വാസം ലഭിക്കും. നിങ്ങൾ ഇപ്പോൾ ദുഃഖിക്കുന്നവരാണോ? നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുമെന്ന് ഞാൻ നിങ്ങളോട് വാസ്തവമായി പറയുകയാണ്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരുത്തും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരുത്തും. ലോകപ്രകാരം നമുക്ക് ദുഃഖമുണ്ടാകുന്നത് രണ്ട് കാര്യങ്ങളിലാണ് ആയിട്ടാണ് വിശുദ്ധ വചനത്തിൽ നമ്മെ ഓർപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ദൈവത്തോട് നമ്മൾ പാപം ചെയ്യുമ്പോൾ, പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായി നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. അങ്ങനെ ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകും. അത് ഒന്നാമത്തെ ഉദാഹരണമാണ്. നമ്മുടെ ആദാമിന്റെയും ഹവ്വയുടെയും ജീവിത യാത്രയിൽ നമുക്കറിയാം, അവർ ഏദൻ തോട്ടത്തില് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചു വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വെയിലാറുമ്പോൾ പിതാവായ ദൈവം വന്ന് അവരുടെ അടുത്തിൽ വന്ന് അവരോട് സംസാരിച്ച് ഹല്ലേലൂയ അവർ സന്തോഷിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്ത് യേശു കർത്താവ് പിതാവായ ദൈവം അവരോട് പറഞ്ഞു, നീ കഴിക്കരുത് എന്ന് പറഞ്ഞ ആ ഫലം അവർ കഴിച്ചപ്പോൾ അവർ പാപം ചെയ്തു പോയി. അങ്ങനെ അവർ പാപം ചെയ്തു പോയപ്പോൾ ദൈവത്തിന്റെ തേജസ് അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അവര് നഗ്നരാണെന്ന് അവർക്ക് ബോധ്യം വന്നു. ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ആ സന്തോഷം മുഴുവനും അവരുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതായിട്ട് നമ്മൾ കാണുകയാണ്. അതായത് വ്യക്തിപരമായ ജീവിതത്തിൽ അവർ പാപം ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്? ഹല്ലേലൂയ, ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. ആ ദൈവത്തോട് നമുക്ക് ചേർന്നിരിക്കുവാന് ആത്മീയമായി നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ, ദൈവം നമ്മളിൽ വാസം ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകുന്നു. അങ്ങനെ ജീവിതത്തില് ദുഃഖത്തിന്റെ പാനപാത്രം നമുക്ക് കുടിക്കേണ്ടി വരികയാണ്. നമ്മൾ അതിൽ നിന്ന് നമുക്ക് മോചനം കിട്ടുന്നത് നമ്മൾ ദാവീദിന്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ 51-ാം സങ്കീർത്തനം അവൻ പറയുകയാണ്, ദൈവമേ ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ. നാഥാൻ പ്രവാചകൻ വന്ന് അവന്റെ ദുഃഖത്തെ, അവന്റെ പാപത്തെ അവനെ ബോധ്യപ്പെടുത്തുകയാണ്. അവനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവൻ തിരിഞ്ഞു വരികയാണ്. ജീവിതത്തിൽ അവൻ തിരിഞ്ഞു വന്നപ്പോൾ ദൈവത്തിന് മുമ്പിൽ വന്ന് വീണ് കിടന്ന് അവൻ പറയുകയാണ്, എന്റെ പാപങ്ങളെ നീ ഒന്ന് കഴുകിക്കളയണമേ. ഹല്ലേലൂയ. എന്റെ ഈ പാപങ്ങളെ നീ ഒന്ന് മാറ്റണമേ എന്ന് ദൈവത്തോട് അവൻ നിലവിളിക്കുകയാണ്. ദൈവത്തോട് അവൻ നിലവിളിക്കുമ്പോൾ ഹല്ലേലൂയ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ ദൈവത്തിന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതാണല്ലോ. ദൈവം അവരോട് മനസ്സലിഞ്ഞ് അവന്റെ പാപങ്ങളെ ദൈവം കഴുകിക്കളയുന്നതായിട്ട് നമ്മളവനെ അവിടെ കാണുകയാണ്. എന്നെ കഴുകി എന്റെ അകർത്യം പോക്കണമേ, എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. ഊരിയാവിനെ കൊന്ന ഊരിയാവിന്റെ ഭാര്യയായ ബത്ശേബയെ അവന് സ്വന്തമാക്കുകയാണ്. ഹല്ലേലൂയ. 4 ഇരട്ടിയാണ് ദാവീദിന്റെ ജീവിതത്തിലേക്ക് ദൈവം പകരം കൊടുത്തത്. ഹല്ലേലൂയ. അവന്റെ മകനായ അമ്നോൻ മരിച്ചു, അബ്സലോം മരിച്ചു, ബത്ശേബയിൽ ഉണ്ടായ കുട്ടി മരിച്ചു, അദോനിയാവ് മരിച്ചു. അങ്ങനെ ദാവീദിന്റെ 4 മക്കൾ
ബൈ വൺ ആയിട്ട് അവന്റെ ജീവിതത്തിൽ മരിച്ചു പോകുകയാണ്. അത് എന്താണ് അവന്റെ ജീവിതം? അവന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അവൻ പാപം ചെയ്തു. അവൻ പാപം ചെയ്തപ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവന്റെ ജീവിതത്തിൽ അവന് ദുഃഖം ഒന്നുമേൽ ദുഃഖം അവൻ അനുഭവിക്കേണ്ടി വന്നു. ആദാമും ഹവ്വയെയും അവർ ഏത് തോട്ടത്തിൽ നിന്ന് അവർ പുറത്താക്കിയപ്പോൾ അവര് ഭൂമിയിൽ അധ്വാനിക്കേണ്ടി വന്നു. സ്ത്രീയോട് പറയുകയാണ്, നീ വേദനയോടെ മക്കളെ പ്രസവിക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ സ്ത്രീയും പുരുഷനും അവരുടെ ജീവിതത്തിൽ വേദന അനുഭവിക്കേണ്ട കാലഘട്ടങ്ങൾ വരികയാണ്. അതിലൊരു പാപം ചെയ്തപ്പോൾ അവരുടെ ജീവിതത്തിൽ ദുഃഖം വരികയാണ്. പക്ഷേ ദൈവം ഹല്ലേലൂയ യേശു ക്രിസ്തുവിനെ കൊടുക്കുകയാണ്. ഹല്ലേലൂയ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവന്റെ പാദപീഠത്തിൽ വന്ന് നമസ്കരിച്ച് ഹല്ലേലൂയ അവനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്താൽ ദൈവം അവന്റെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കുമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ദുഃഖിക്കുന്നു എങ്കിൽ നിങ്ങൾ പ്രയാസപ്പെടേണ്ട. നിങ്ങൾക്ക് ദുഃഖിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ അവർക്ക് ആശ്വാസം ലഭിക്കും. നിനക്ക് തിരിഞ്ഞു വരുവാൻ ഒരു മനസ്സ് നിന്റെ ജീവിതത്തിൽ ഉണ്ടോ? നീ യേശുക്രിസ്തുവിന്റെ പാദപീഠത്തിൽ വന്ന് നമസ്കരിക്കുവാൻ നിനക്ക് ഒരു മനസ്സുണ്ടോ? യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? എങ്കിൽ നിന്റെ ജീവിതത്തിൽ ഈ ദുഃഖങ്ങളെ മുഴുവനും ദൈവം മാറ്റി നിനക്ക് ശാശ്വതമായ ഒരു സമാധാനം ദൈവം തരുമെന്ന് ദൈവം പറയുകയാണ്. അതുകൊണ്ടാണ് യേശു നമ്മളോട് പറയുന്നത്, ഞാൻ പോയി ഭവനം നിനക്ക് വേണ്ടി ഭവനം ഒരുക്കുവാൻ പോവുകയാണ്. ഞാൻ ഭവനം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിന്നെയും ഇരുത്തുന്നതിന് വേണ്ടി ഞാൻ വന്ന് നിന്നെ ചേർത്തുകൊള്ളുമെന്ന് നമുക്ക് വാഗ്ദത്തം ചെയ്തതാണ് യേശു ക്രിസ്തു ഇരിക്കുന്ന ഇടത്ത് തന്നെ നമ്മെ ഇരുത്താമെന്ന് ദൈവം നമ്മോട് പറഞ്ഞിരിക്കുകയാണ്. ഈ ലോകത്തിലെ പ്രമുഖന്മാര്, മന്ത്രിമാര്, ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവര് അവരിയ്ക്കുന്ന കസേരയിൽ വേറെ ആരെയും അവരിരുത്തുവാൻ അവർ ഇഷ്ടപ്പെടുകയില്ല. പക്ഷേ നമ്മുടെ അരുമനാഥനായ യേശു നമ്മോട് പറയുകയാണ്, ഞാൻ ഇരിക്കുന്നിടത്ത് നിന്നെയും ഇരുത്തുന്നതിന് വേണ്ടി നമുക്ക് നല്ലൊരു മാന്യത കിട്ടണമെന്ന് ദൈവം യേശു ക്രിസ്തു നമ്മെ ആഗ്രഹിക്കുകയാണ്. അതായത് പിതാവായ ദൈവം പുത്രനായ യേശുവിന് നല്ല മാന്യത കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പിതാവായ ദൈവം ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി പുത്രന് കൊടുത്തിരിക്കുകയാണ്. പിതാവിനെ ബഹുമാനിക്കേണ്ടതുപോലെ പുത്രനെ ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി പുത്രന് കൊടുത്തിരിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു മാന്യത കിട്ടണമെന്ന് യേശു ആഗ്രഹിക്കുന്നുണ്ട്. യേശു പറയുകയാണ്, ഞാൻ ഇരിക്കുന്നിടത്ത് നിന്നെയും ഇരുത്താം എന്ന് നമുക്ക് വാഗ്ദത്തം ചെയ്യുകയാണ്. ഇതെല്ലാം നമ്മുടെ പേഴ്സണലായിട്ടുള്ള സിന്നുകൊണ്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവം നമ്മെ റീസ്റ്റോർ ചെയ്യുമെന്ന്, വീണ്ടും പുനഃസ്ഥാപിക്കുമെന്ന്, വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന് നമുക്ക് വാഗ്ദത്തം ചെയ്യുകയാണ്. അതിനുള്ള കാരണം അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അവന്റെ പാദപീഠത്തിൽ വന്ന് നമ്മുടെ കുറവുകളെ നമ്മൾ ഏറ്റുപറയണമെന്ന് യേശു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും നമുക്ക് ദുഃഖമുണ്ടാകുന്നത് നമുക്ക് ഈ ലോകത്തില് ഹല്ലേലൂയ നീതി നമുക്ക് കിട്ടാതെ വരുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ദുഃഖമുണ്ടാകുകയാണ്. ഈ ലോകത്തിന്റെ പീഡനങ്ങൾ ഹല്ലേലൂയ നേരോടെ നടക്കുന്നവർക്ക് ഹല്ലേലൂയ ഈ ലോകത്തിൽ നീതി കിട്ടാതെ വരുമ്പോൾ ലോകത്തിന്റെ മോഹങ്ങൾ കൊണ്ട് അമിതമായി ആഗ്രഹിക്കുന്നത് കൊണ്ട് നമുക്ക് ദുഃഖമുണ്ടാകും. ഈ ലോകത്തിലെ പല കാര്യങ്ങളും അമിതമായി നമ്മൾ ആഗ്രഹിക്കുന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകും. ലോകത്തിൽ നിന്ന് നമുക്ക് നീതി കിട്ടാതെ വരുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകും. ഇതെല്ലാം ദൈവം തീർത്തു തരുമെന്ന് ദൈവം നമ്മോട് വാഗ്ദത്തം ചെയ്യുകയാണ്. ഇതെല്ലാം ദൈവം നമ്മോട് പറയുകയാണ്, ഹല്ലേലൂയ നിന്റെ ജീവിതത്തിലെ സമാധാനം ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു. ലോകം തരുന്ന പോലെയല്ല ഞാൻ തരുന്ന സമാധാനം. ഹല്ലേലൂയ ഞാൻ എന്റെ സമാധാനം നിനക്ക് തന്നേച്ചു പോയിരുന്നു എന്ന് യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മോട് പറയുകയാണ്. ഹല്ലേലൂയ ഞാൻ സമാധാനം ഉണ്ടാക്കുന്നവരോ ഭാഗ്യവാന്മാർ, അവർ എന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീ ജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കുന്നുവെങ്കിൽ, ചർച്ചിൽ സമാധാനം ഉണ്ടാക്കുന്നുവെങ്കിൽ, ലോകത്തിൽ സമാധാനം ഉണ്ടാക്കുന്നുവെങ്കിൽ നീ എന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. ഞാൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. എനിക്ക് നിനക്ക് തരാനുള്ളത് സമാധാനമാണ്. ഹല്ലേലൂയ സമാധാനം നമുക്ക് തരുന്നവനാണ് എന്റെ ദൈവം. ഹല്ലേലൂയ ആ ദൈവം നമ്മോട് പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ നിന്ന് നമുക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഹല്ലേലൂയ നീ ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് നീതി
തരുന്ന ഒരു ദൈവമാണ് എന്ന് ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്യുകയാണ്, ഉറപ്പ് തരികയാണ്. ഈ ലോകത്തിലേക്ക് വന്നു, നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നു. പക്ഷെ ലോകമോ അവനെ തിരിച്ചറിഞ്ഞില്ല, അവന് നീതി കൊടുത്തില്ല, അവന്റെ സ്വന്തത്തിലേക്ക് വന്നു. യഹൂദന്മാരോ അവനെ പിടിച്ചുകൊണ്ടുപോയി അവനെ ക്രൂശിക്കുകയാണ്, അവനെ ചാട്ടവാറിന് അടിക്കുകയാണ്, അവനെ മുൾക്കിരീടം വയ്ക്കുകയാണ്, അവനെ വളരെ ഉപദ്രവിക്കുകയാണ്, അവനെ ഒരു ദേശത്തിൽ നിന്ന് മറ്റൊരു ദേശത്തിലേക്ക് ആട്ടിപ്പായ്ക്കുകയാണ്. അങ്ങനെ ഈ ലോകം അവന് നീതി കൊടുത്തില്ല. ആ ദൈവം നമ്മോട് പറയുകയാണ്, എനിക്കോ അവർ ഈ ലോകത്തിൽ നീതി തന്നില്ല, നിങ്ങൾക്കും ചിലപ്പോൾ തരാൻ വരും, പക്ഷേ ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുകയാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, നിങ്ങൾക്ക് നീതി ഞാൻ തരുന്നു ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവന്റെ നാമത്തിൽ സ്നാനമേറ്റ് അവനോട് ചേർന്ന് അവന്റെ വചനം അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ നിനക്ക് ദുഃഖമുണ്ടെങ്കിൽ ആ ദുഃഖങ്ങളെ ദൈവം മാറ്റി അവൻ നിന്നെ കണ്ണുനീരുകളോ ഒപ്പുന്ന ഒരു ദിവസമുണ്ട് എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം 7-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, സിംഹാസനത്തിന്റെ മധ്യേ ഉള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുള്ളിലേക്ക് നടത്തും. അപ്പൊ കുഞ്ഞാടിന്റെ സിംഹാസനത്തിന്റെ മധ്യേ ഉള്ള കുഞ്ഞാട്, ഹല്ലേലൂയ, യേശു ക്രിസ്തുവാകുന്ന കുഞ്ഞാട് നമ്മെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവിലേക്ക് നടത്തും. ജീവജലം, ഹല്ലേലൂയ, യേശു ക്രിസ്തുവാണ് ജീവജലം. ആ യേശു ക്രിസ്തുവിന്റെ ഒടിയിലേക്ക് നമ്മെ നടത്തുകയാണ്. ദൈവം താൻ അവരുടെ അവരെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തുടച്ചു കളയും എന്ന് പറയുകയാണ്. ഹല്ലേലൂയ, നമ്മൾ ജീവജലത്തിന്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലണം. ഹല്ലേലൂയ, സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് നമ്മെ ജീവജലത്തിന്റെ നടുവിലേക്ക് നടത്തുകയാണ്. അതായത് യേശു ക്രിസ്തുവിന്റെ അടിവിലേക്ക് നടത്തുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഹല്ലേലൂയ, ദൈവം താൻ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരെ തുടച്ചു കളയും. ദൈവമക്കളെ, നമ്മൾ ജീവജലത്തിന്റെ അടുക്കിലേക്ക് ചെല്ലണം. ഹല്ലേലൂയ, നമ്മെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ആകാശം വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനമിടുകയും മനുഷ്യന്റെ ഉള്ളിൽ അവന്റെ ആത്മാവിനെ നിർമ്മിക്കുകയും ചെയ്ത ഒരു സർവശക്തനായ ഒരു ദൈവമുണ്ട്. നമ്മൾ അവന്റെ അടുത്തിലേക്ക് ചെല്ലണം, അവന്റെ പാദപീഠത്തിൽ ചെല്ലണം. അവൻ നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തുന്നേറ്റ ഒരു ദൈവമുണ്ട്. അവന്റെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലുന്നു എങ്കിൽ ദൈവം നമ്മുടെ എത്ര ദുഃഖങ്ങളുണ്ടെങ്കിലും ആ ദുഃഖങ്ങളെ കഴുകിത്തന്ന് നമ്മളെ ശുദ്ധീകരിക്കുമെന്ന് ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്യുകയാണ്. നമ്മുടെ കുറുവാക്യത്തിലേക്ക് വരാം. മത്തയി 5-ാം അധ്യായം 4-ാം വാക്യം, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത്, നിങ്ങൾ ദുഃഖിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, നാളെ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ടുമോറോ യു വിൽ ഗെറ്റ് പീസ്, നാളെ നിങ്ങൾക്ക് സമാധാനം കിട്ടുമെന്ന് നമുക്ക് വാഗ്ദത്തം ചെയ്യുവാണ്. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ.